എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമുക്കിപ്പം പരീക്ഷകളുടെ സമയമാണ്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാണ് ഓരോ രക്ഷകർത്താക്കളെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വിദ്യാധനം സർവ്വതാൽ പ്രധാനം എന്നാണ്. ഒരു കുട്ടികളെ സംബന്ധിച്ച്, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്നതുമായ ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിൽ 10ാം ക്ലാസ് +2 എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യായോഗ്യത തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും, പ്രധാനമായിട്ടും രക്ഷകർത്താക്കൾക്കായിരിക്കും കൂടുതൽ ടെൻഷൻ മക്കളുടെ പഠന കാര്യത്തിൽ. അവർ കൃത്യസമയമായിട്ട് ഇരുന്ന് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നില്ല. കുട്ടികളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. ഇങ്ങനെ കുറേ ടെൻഷനുകളുടെ സമയമാണ് ഈ വരുന്ന മാസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഈ പഠിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നടത്താൻ പറ്റിയ വഴിപാടുകൾ, ഈ വഴിപാടുകൾ നടത്തുന്നത് വഴി പരീക്ഷാ വിജയം ലഭിക്കുന്നു എന്ന് പറയുന്നത് വഴിപാടുകൾ മാത്രം നടത്തിയിട്ട് പോയി പരീക്ഷ എഴുതിയാൽ ജയിക്കും എന്നല്ല. അവർക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യവും ആ പഠിക്കുന്നതിനുള്ള മനസ്സുണ്ടാകുന്നതിനും പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുന്നതിനും ആ ഓർത്തു വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ആ ആൻസറായിട്ട് എഴുതുന്നതും അതുവഴി വിജയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വഴിപാടുകളാണ് നമുക്ക് നടത്തേണ്ടത് എന്ന് പ്രധാനമായിട്ടും നോക്കാം. ഈ സമയത്ത് കൂടുതലും നമ്മളെ വിളിച്ചിട്ട് ആൾക്കാർ ചോദിക്കുന്നത്, മക്കളുടെ പരീക്ഷാ സമയമാണില്ലേ, മോൻ്റെ പരീക്ഷയാണ്, അവൻ പഠിക്കുന്നതിന് കുറച്ച് മടിയൊക്കെ കാണിക്കുന്നുണ്ട്, ഇല്ല പഠിക്കാനായിട്ട് കൃത്യസമയം ഇരിക്കുന്നില്ല, ഇല്ലല്ലോ അവൻ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ട് അവൻ നടക്കുന്നില്ല, ഇരുന്നിട്ട് പഠിക്കാതിരിക്കുമ്പോൾ ഉറക്കം വരുന്നു, ഇല്ല പഠിച്ച സാധനങ്ങളൊക്കെ ഓർത്തു വയ്ക്കാൻ പാട്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ, അത് എല്ലാവർക്കും ഉപകാരപ്പെട്ടാൽ ഏറ്റവും സന്തോഷമുള്ളവനാകും. കാരണം വിദ്യ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടട്ടെ, അതുവഴി എല്ലാവർക്കും ഉന്നത വിജയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അതിൽ ഓരോ നക്ഷത്രക്കാർക്കും വേണ്ടതായ വഴിപാടുകളാണ്. ഓരോ നക്ഷത്രക്കാർക്കും എല്ലാവർക്കും ഒരുപോലത്തെ വഴിപാടിനുപരി ആ നക്ഷത്രത്തിൻ്റെ ദശാകാനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്താൽ കൂടുതൽ ഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ ആദ്യം തന്നെ അശ്വതി മകം മൂലം, ഈ 3 നക്ഷത്രക്കാരും പ്രധാനമായിട്ടും കേതുർദശയിലാണ് ജനനം. അവരുടെ പ്രധാന വിദ്യാഭ്യാസ സമയം ശുക്രദശയാണ്. ഈ 3 നക്ഷത്രക്കാർക്കും പ്രധാന വിദ്യാഭ്യാസ സമയം എപ്പോഴും ശുക്രദശ തന്നെയായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ പഠനത്തിൻ്റെ മടിയൊക്കെ മാറുന്നതിന് പ്രധാനമായിട്ട് ഈ നക്ഷത്രക്കാർ വിദ്യയ്ക്ക് വലിയ മടി കാണിക്കേണ്ടതല്ല. എങ്കിലും നമുക്ക് ഈ പരീക്ഷാ സമയത്ത് കൂടുതൽ വിജയത്തിനും കൂടുതൽ ഓർമ്മശക്തിക്കൊക്കെ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ, നമ്മുടെ സമീപത്തുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക. അതുപോലെ നവഗ്രഹത്തിന് ശുക്രഗ്രഹ ശാന്തി മന്ത്ര പുഷ്പാഞ്ജലി ഇത് നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അത് പരീക്ഷയുള്ള എല്ലാ ദിവസങ്ങളിലും നടത്തുന്നതും, അതുപോലെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട്, അതാണ് നമ്മൾ ഇപ്പോൾ മുതൽ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും നവഗ്രഹ സ്ഥാനത്ത് ദർശനം നടത്തി ശുക്രഗ്രഹ ശാന്തി മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. ഭരണി പൂരം പൂരാടം, ഈ നക്ഷത്രക്കാർ ദശാകാലം ശുക്രദശയിലാണ് ജനനം. അപ്പോൾ പ്രധാന വിദ്യാഭ്യാസം ശുക്രദശയും അതുപോലെ തന്നെ ആദിത്യ ദശയും കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ ഞായറാഴ്ചകളിലും ആദിത്യ നമസ്കാര മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും, നവഗ്രഹസ്ഥാനത്ത് ദർശനം നടത്തി ആദിത്യ നമസ്കാര മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക, ശിവക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ഈ നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാവിജയം നേടാനായിട്ട് ഉപകരിക്കുന്നതാണ്. കാർത്തിക ഉത്രം ഉത്രാടം, ഈ നക്ഷത്രക്കാർക്ക് പ്രധാന വിദ്യാഭ്യാസ സമയം എന്ന് പറയുന്നത് ചന്ദ്രനും ചൊവ്വയും കൂടി ചേർന്നിട്ടുള്ള സമയമാണ് പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിന് കയറി വരിക. ആദിത്യ ദശയിലാണ് ജനനമെങ്കിൽ പോലും ശേഷം വരുന്ന ചന്ദ്രദശാകാലം ചൊവ്വാദശാകാലം പ്രധാന വിദ്യാഭ്യാസ സമയമായിട്ട് കയറി വരാറുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് കൂടുതൽ ദേഷ്യങ്ങളും നമ്മൾ പഠിക്കാൻ പറയുന്നതൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത നക്ഷത്രക്കാരായിരിക്കും ഇവർ. അപ്പോൾ ഇവരുടെ വിദ്യാഭ്യാസത്തിനും വിദ്യാവിജയത്തിനും കൂടുതൽ ഓർമ്മശക്തിക്കൊക്കെ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ദേവീക്ഷേത്രത്തിൽ, പ്രധാനമായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും കുങ്കുമ അർച്ചന നടത്തുക. നവഗ്രഹ സ്ഥാനത്ത് കുജഗ്രഹ ശാന്തി മന്ത്ര പുഷ്പാഞ്ജലി എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും. രോഹിണി അത്തം തിരുവോണം, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പഠിക്കുന്നതിലൊക്കെ ഉന്നതനാണെങ്കിൽ പോലും ഈ നക്ഷത്രത്തിൽ കൂടുതൽ ആൾക്കാർക്ക് പ്രധാന വിദ്യാഭ്യാസ സമയം വരുമ്പം മടി കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഒരാളുടെ നിർബന്ധം അത്യാവശ്യമായിട്ട് വരാറുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ പുറകെ നടക്കണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമ്മൾ പ്രയത്നിച്ച ഫലം കിട്ടാറില്ല.
കാരണം പ്രധാനമായിട്ട് ഇവർക്ക് വിദ്യാഭ്യാസ സമയത്ത് രാഹുർദശയാണ് കയറി വരാറ്. രാഹുർദശയിൽ മടി, ആലസ്യത, ഓർമ്മശക്തി കുറവ് എന്നൊക്കെയാണ് പ്രധാനമായിട്ടും രാഹുർദശയുടെ ദോഷമായിട്ട് പറയാറ്. അപ്പം ഈ നക്ഷത്രക്കാർ രോഹിണി, അത്തം, തിരുവോണം ഈ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് എല്ലാ തിങ്കളാഴ്ചയും ദേവീക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്രപുഷ്പാഞ്ജലി നടത്തുക. നവഗ്രഹത്തിൽ രാഹുൽ ശാന്തി മന്ത്രപുഷ്പാഞ്ജലി എല്ലാ ശനിയാഴ്ചകളിൽ നടത്തുന്നത്, സർപ്പസ്ഥാനത്ത് 100 പാലും നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മകയിരം, ചിത്തിര, അവിട്ടം ഈ നക്ഷത്രക്കാരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കും പ്രധാന വിദ്യാഭ്യാസ സമയം രാഹുർദശ തന്നെയാണ് കയറി വരാറ്. ദശാകാലം ചൊവ്വാദശയാണെങ്കിലും പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത് കയറി വരാറ് രാഹുർദശയാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരും പ്രധാനമായിട്ട് സർപ്പസ്ഥാനത്ത് 100 പാലും നടത്തുക. അതുപോലെ തന്നെ സർപ്പദൈവങ്ങൾക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. സൽബുദ്ധി കുറഞ്ഞു നിൽക്കും എന്നാണ്, അതായത് ബുദ്ധി കൊണ്ട് ആലോചനാശേഷിയൊക്കെ കുറഞ്ഞു നിൽക്കും എന്നാണ്. അപ്പോൾ അവരുടെ ആ ബുദ്ധിയെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് സർപ്പസ്ഥാനത്ത് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ശിവക്ഷേത്രത്തിൽ ചെന്ന് മേധാസൂക്ത മന്ത്രപുഷ്പാഞ്ജലി നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ അനന്തനാരായണ പൂജ നടത്തുന്നതും ഇവരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിരിക്കും. തിരുവാതിര, ചോതി, ചതയം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ദശാനാഥൻ രാഹുവാണ്. എന്നാലും പ്രധാന വിദ്യാഭ്യാസ സമയത്തേക്ക് കയറി വരുമ്പോൾ രാഹുർദശയും വ്യാഴദശയും കൂടിയാണ് ഇവർക്ക് പ്രധാനമായിട്ടും വരാറ്. രാഹു പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുള്ളവർക്ക് പ്രധാനപ്പെട്ട 16, 17, 18 വയസ്സുകളൊക്കെ രാഹുർദശയുടെ അന്ത്യദിശാകാലമായിട്ട് വരും. അപ്പോൾ ഇവരും പ്രധാനമായിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി എല്ലാ വ്യാഴാഴ്ചയും വിദ്യാ രാജഗോപാല മന്ത്രപുഷ്പാഞ്ജലി, പരീക്ഷ തുടങ്ങുന്ന ദിവസങ്ങളിൽ അനന്തനാരായണ പൂജ നടത്തുക. നവഗ്രഹ സ്ഥാനത്ത് ദർശനം നടത്തി വ്യാഴഗ്രഹത്തിന് വ്യാഴശാന്തി മന്ത്രപുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പുണർദം, വിശാഖം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ ദശാനാഥം വ്യാഴമായിരിക്കും. എങ്കിലും പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് എത്തുന്നത് ശനിദശയായിരിക്കും. അതുകൊണ്ട് തന്നെ മടി, ആലസ്യത, ദേഷ്യം അതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് ഈ സമയത്ത് പറയാം. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ പറയുന്നത് ഈ +1, +2, SLC ഇവരുടെ പരീക്ഷയാണ്. ബാക്കിയുള്ളവർക്ക് പ്രാധാന്യം ഇല്ലെന്നല്ല, ഈ സമയത്തുള്ളവർക്കാണ് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുക. ബാക്കി എല്ലാ പരീക്ഷയും 8 തൊട്ടുള്ള പരീക്ഷ വിദ്യാർത്ഥികൾക്ക് സംബന്ധിച്ച് ഈ വഴിപാട് തന്നെയാണ് പ്രധാനമായിട്ടും നടത്തേണ്ടത്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴദശയാണെങ്കിലും പ്രധാന വിദ്യാഭ്യാസ സമയം ശനി തന്നെ വരുന്നത്. പഠിക്കാനിരുന്നാലും കൃത്യമായിട്ടുള്ള ഏകാഗ്രത ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കിട്ടാണ്ട് വരും. അതുപോലെ തന്നെ കൂടുതൽ ടെൻഷൻ ഉണ്ടാകും. ഞങ്ങൾ ജയിക്കുമോ എന്നും ആലോചിച്ചിട്ട് ഇവർക്ക് തന്നെ കൂടുതൽ ടെൻഷൻ ഉള്ളതായിരിക്കും. അപ്പോൾ ഇവരുടെ ദോഷശാന്തിക്കായിട്ട് അയ്യപ്പസ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും എല്ലാ ശനിയാഴ്ചയും പരീക്ഷ തീരുന്ന സമയം വരെ എള്ളുകിഴി തെളിയിച്ച് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിക്ക് അർച്ചന നടത്തുക, എള്ളു നിവേദ്യം നടത്തുക. അതുപോലെ നവഗ്രഹത്തിന് ശനിഗ്രഹ ശാന്തി മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പൂയം, ആയില്യം, ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദശാനാഥൻ ശനിയാണെങ്കിലും പ്രധാന വിദ്യാഭ്യാസ സമയത്ത് ശനിയും ബുധനും കൂടിയാണ് ഇവർക്ക് കണ്ടുവരാറ്. അപ്പം ശനിദശ പരിപൂർണമായിട്ടും കിട്ടിയിട്ടുള്ളവർക്ക് 18 വയസ്സ് വരെയുള്ള ശനിദശാകാലം ദോഷം നൽകും. അതിനുശേഷമുള്ള ബുധദശ ഇവർക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ബുധദശയും ശനിദശയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവർക്ക് വരാറ്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജായിട്ട് തന്നെ സ്വമേധയാ പഠിക്കുന്നതായ സ്വഭാവവിശേഷം കാണിക്കാം. എങ്കിലും ശനി കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ രക്ഷകർത്താക്ക് കൂടുതൽ ടെൻഷൻ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ടാകും. അപ്പോൾ അവരുടെ ദോഷശാന്തിക്കായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് വിദ്യാ രാജഗോപാല മന്ത്രപുഷ്പാഞ്ജലി നടത്തുക. ശനിഗ്രഹത്തിന് ശനിയാഴ്ച ദിവസം ശനിഗ്രഹ ശാന്തി മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും എള്ളുകിഴി തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദശാനാഥൻ ബുധനാണ്. എങ്കിലും പ്രധാന വിദ്യാഭ്യാസ സമയം വരുമ്പം കേതുർദശയാണ് വരാറ്. അതുകൊണ്ട് തന്നെ കൂട്ടുകെട്ടുകളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് സമയം കളയുന്നതായ സ്വഭാവവിശേഷങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ സമയത്ത് ഇവർ കൂടുതൽ ജാഗ്രതയോടുകൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യത്തിനും മടി, ആലസ്യത പിന്നത്തേക്ക് മാറ്റിവെക്കുന്നതായ സ്വഭാവങ്ങളൊക്കെ നീക്കിക്കൊണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ ഇവർ ശ്രമിക്കണം. ഇവരെ സംബന്ധിച്ച് പ്രധാനമായും ദോഷശാന്തിക്കായിട്ട് ദേവീക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നാരങ്ങാ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും അതും രാവിലത്തെ രാഹു സമയമായിരിക്കുന്ന 10:30 കഴിഞ്ഞിട്ടുള്ള സമയത്ത് നാരങ്ങ വിളക്ക് തെളിയിക്കുന്ന ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ദേവിക്ക് നെയ്വിളക്ക് തെളിയിക്കുക. ദേവീക്ഷേത്രത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ജയദുർഗ മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാ കുട്ടികളെ സംബന്ധിച്ചും ഇപ്പം നക്ഷത്രങ്ങളൊക്കെ അല്ലാതെ തന്നെ എല്ലാവർക്കും പൊതുവെ വിദ്യാവിജയത്തിന് വേണ്ടി നടത്താൻ പറ്റിയ പ്രധാന വഴിപാടുകളാണ് ശിവക്ഷേത്രത്തിൽ മേധാസൂക്ത മന്ത്രപുഷ്പാഞ്ജലി, ദക്ഷിണാമൂർത്തി മന്ത്രപുഷ്പാഞ്ജലി,
ദേവീക്ഷേത്രത്തിലാണെങ്കിൽ വിദ്യാരാജ്ഞി മന്ത്രപുഷ്പാഞ്ജലി, ജയദുർഗ മന്ത്രപുഷ്പാഞ്ജലി. ജയദുർഗ മന്ത്രപുഷ്പാഞ്ജലി ആയിരിക്കും ഏറ്റവും വിജയത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കാറ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അടുത്തുള്ളവരാണെങ്കിൽ വിദ്യ രാജഗോപാല മന്ത്രപുഷ്പാഞ്ജലി നടത്തുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ് അടുത്തുള്ളവർ വെറ്റിലമാല സമർപ്പിക്കുന്നതും വിദ്യാവിജയത്തിന് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെയാണ് പ്രധാന പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ കുട്ടികളുടെ പേരിൽ സമീപത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുകയും ഈ ഗണപതി ഹോമത്തിൽ തന്നെ വിദ്യ മന്ത്രം കൊണ്ട് നെയ്യ് ഹോമിച്ച് നടത്തുന്നതും, സിദ്ധി ഗണപതി മന്ത്രത്തെ നെയ്യ് ഹോമിച്ച് നടത്തുന്നതും, രാജഗണപതി മൂലത്തെ നെയ്യ് ഹോമിച്ച് നടത്തുന്നതും ഈ വഴിപാടുകൾ ഏറ്റവും ഉത്തമമായിരിക്കും. ഗണപതി ഭഗവാൻ അന്ന് നിവേദ്യ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കുന്നതും കറുകമാല, മുക്കുറ്റിമാല ഇവ സമർപ്പിക്കുന്നതും വിദ്യയുടെ കാര്യത്തിൽ ഏറ്റവും ഉപകരിക്കുന്നതാണ്. വിദ്യാവിജയത്തിനായിട്ട് ഗണപതി ഭഗവാന് മുക്കുറ്റി സമർപ്പിക്കുന്നത് അതിവിശേഷമായിട്ട് തന്നെയാണ് പറയാറ്. അപ്പം എല്ലാ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും ഈ വഴിപാടുകളൊക്കെ ഒന്ന് നടത്തുക. വഴിപാടുകൾ നടത്തുന്നത് നമ്മളുടെ മക്കളുടെ പഠനം ഒന്നുകൂടെ മെച്ചപ്പെടുത്താനും അവർക്ക് പഠിക്കാനുള്ള സാഹചര്യവും പഠിക്കുന്നതിനുള്ള മനസ്സുണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ പ്രയത്നത്തിന് കുറച്ചുകൂടെ ഫലസിദ്ധി കിട്ടാനാണ് ഈ വഴിപാടുകളെല്ലാം. എല്ലാ രക്ഷകർത്താക്കളും ഈ വഴിപാടുകളൊക്കെ നടത്തുക. എല്ലാ കുട്ടികൾക്കും വിജയവും പഠനത്തിൽ ഉന്നത വിജയവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.